ഓടിക്കുന്ന ആളുകൾ ഓട്ടോക്കാരെ പഴി പറയുന്ന ഒരു കാര്യമാണ്. പെട്ടെന്നുള്ള തിരിക്കലും മറിക്കലും. 30 റുപ്യാണല്ലോ അങ്ങോട്ടുള്ള ചാർജ് തരിക. അവരുടെ ഒരു ചോദ്യം കുറയില്ലേ? ഹായ് 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 ജയമോരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുന്നത് തന്നെ 10 മണിക്കാണ് കേട്ടോ. 10 മണിയാവാറായി. മേറ്റ് കണ്ടവിടെ കഴുകി വെച്ചിട്ടുണ്ട്. നേരെ വണ്ടി കയറ്റായി, കർട്ടന് പകുതി മടക്കുക, എന്നിട്ട് നേരെ ഇറങ്ങാം. പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യല്ല, നേരെ ഇറങ്ങാം. നേരം വൈകിയതിനെ അടിച്ചിങ്ങനെ കാരണം വേറെ ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ചൊന്നും കാരണമില്ല. ഇന്ന് പക്ഷേ പൂച്ചയൊന്നും കയറിയില്ല കേട്ടോ. പക്ഷേ 2 സൈഡും കർട്ടൻ ഇട്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഫ്ലാറ്റ് ഇന്നലെ തുടച്ചില്ലാണ്ട് നിങ്ങൾ വെള്ളം നിൽക്കുന്ന ഈ ഒരു ഫ്ലാറ്റ് മാത്രമേ ഉള്ളൂ, ഫ്രണ്ടത്തല്ല. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ചേട്ടൻ വെച്ചിട്ട് പറഞ്ഞിരുന്നു വണ്ടി കുറച്ച് ഇറക്കാക്കി നിർത്തി കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ വാർന്ന് പോയിക്കോളും. ഇവിടെ ആണെങ്കിൽ അങ്ങനെ നിർത്താം, പക്ഷെ എന്നാലും അവിടെ നിന്ന് അങ്ങനെ വെള്ളം ചാടി കഴിഞ്ഞിട്ടാണ് നിർത്താത്തത്. കുഴപ്പമില്ല, ഞാൻ ഇന്നലെ തുടച്ചിട്ടില്ല, അതാണ് സംഭവിച്ചത്. 10 മണിക്ക് ഓടാൻ ഇറങ്ങിയാൽ എന്ത് കിട്ടും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ, മനസ്സിലായല്ലേ? അപ്പോൾ 10 മണിക്ക് ഓടാൻ ഇറങ്ങിയാൽ എന്ത് കിട്ടും? ഞാൻ ശരിക്കും ഇന്ന് രാത്രി ചൂണ്ടയിടണമെന്ന് കരുതിയതാ, പക്ഷെങ്കിൽ മഴയല്ല, വെള്ളം തന്നെ വലിഞ്ഞും ചെയ്തു. വെള്ളം കൂടുന്നില്ലടോ, മഴ പെയ്താലല്ലേ വെള്ളം ഉണ്ടാവുള്ളൂ, അപ്പോഴല്ലേ മീന് കിട്ടുള്ളൂ, മീന് കയറുള്ളൂ. എന്നിട്ട് വേണം 2 ചൂണ്ടയൊക്കെ ഉണ്ടാക്കി മീനൊക്കെ പിടിക്കേണ്ടൊക്കെ കാണിച്ചു തരാമെന്ന് കരുതുമ്പോൾ അതൊന്നുമില്ല. മീൻ പിടിക്കണ പയ്യന്മാരെ കൂടെ കൂട്ടിയാൽ മതി, നമ്മക്ക് കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും കിട്ടും, ആർക്കെങ്കിലും കിട്ടുമെന്ന്. ഇവിടെ മഴ വളരെയധികം കുറവാണ് ഞങ്ങളുടെ വണ്ടൂർ പ്രദേശത്ത്. തുടക്കത്തിൽ നല്ല രീതിയിൽ പെയ്തായിരുന്നു, പിന്നെ അത് കുറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞതുപോലെ 10 മണിക്ക് ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും, 10 മണി തൊട്ട് ഓടിക്കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും, അതാണ് ഇന്നത്തെ പരിപാടി. ഓക്കെ, ലൈനിൽ വണ്ടിയൊക്കെ കുറവാണല്ലോ. ഒരു 6ാമത്തെ വണ്ടിയായിട്ട് നിർത്തിയത്, 7ാമത്തെ അല്ല 6ാമത്തെ വണ്ടിയായിട്ട് നിർത്തിയിട്ടുണ്ടാവട്ടെ. നോക്കാം, വണ്ടി നീക്കണ്ട, നമുക്കൊരു കൈനീട്ടം കിട്ടോളം വണ്ടി നീക്കില്ല, ഇവിടെ തന്നെ ഇരിക്കുക. 2 സൈഡൊക്കെ നല്ലതായിട്ട് ശ്രദ്ധിക്കാം. മുന്നിലാണ് കേട്ടാ ഫസ്റ്റ് ക്യാപ്പിക്ക് എത്തി, അതിൻ്റെ ഇടയിൽ നമുക്ക് ട്രിപ്പ് പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അവിടെ പെരിന്തൽമണ്ണ പാണ്ടിക്കാട് ഭാഗത്തേക്ക് ഒരു ശ്രീഹരി എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നു. ഒരു ലോക്കൽ കിട്ടിയിട്ടേ വർക്ക്ഷോപ്പിലൊന്ന് പോകണം. ഇതിൻ്റെ ന്യൂട്രൽ ലൈറ്റ് കത്തണമില്ല, ന്യൂട്രൽ ലൈറ്റ് കത്തണം, അല്ലെങ്കിൽ കയ്യമ്മ ക്ലച്ചും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് ചാടി പോവും. വണ്ടി ബ്ലോക്കിലൊക്കെ ആകുമ്പോൾ നമ്മൾ ന്യൂട്രാണെന്ന് കരുതും ചെയ്യും, ചിലപ്പോൾ ന്യൂട്രാവില്ല. ഓട്ടോറിക്ഷൻ്റെ ഒക്കെ ന്യൂട്രൽ ലൈറ്റ് കത്തിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആപ്പൻ്റെ ഇതിൽ കത്തൂല എന്നൊക്കെ തോന്നുന്നുണ്ട്. ആപ്പൊക്കെ ന്യൂട്രൽ ലൈറ്റ് ഇല്ല ഒന്ന്, ന്യൂട്രുണ്ട്, ന്യൂട്രൽ ലൈറ്റ് ഇല്ല ഒന്ന്. എന്താ ചെയ്യാ, രാവിലെ തന്നെ ലോക്കൽ പോകണം. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലേക്കായിരുന്നു നമ്മൾ പോണത്. അപ്പോഴാണ് 30 റുപ്യാണല്ലോ അങ്ങോട്ടുള്ള ചാർജ് തരിക. അവരുടെ ഒരു ചോദ്യം കുറയില്ലേ? 30 റുപ്യേനെ മിനിമം ചാർജ് അല്ലേ? അപ്പോ ഇപ്പോഴും മിനിമം ചാർജ് ഒന്നും അറിയാത്ത, അല്ലെങ്കിൽ ഇപ്പോഴും ഇതിനെ കുറിച്ച് വലിയൊരു ധാരണ ഇല്ലാത്ത ആളുകളുണ്ട്. അവരാണ് ഇങ്ങനെ ചോദിക്കുക, അല്ലാത്തവരൊന്നല്ല. അതായത് ഓട്ടോയ്ക്കും അല്ലാതെ ഒന്നും പോക്കുണ്ടാവില്ല. അവര് കരുതുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരം പോകുമ്പോഴേക്ക് 10-20 കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇതിനൊരു മിനിമം ചാർജ് ഉണ്ട്, അത് 1.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ വരെ 30 രൂപ എന്നുള്ള ആ ഒരു എന്താ പറയാ അറിവ് അവർക്കില്ല എന്നുള്ളതാണ്. അല്ല അവരെ കുറ്റം പറ്റിയൊരു കാര്യമൊന്നുമില്ല. അവരെ കുറ്റപ്പെടുത്തേണ്ടത് അവര് നാടിനൊത്ത് അപ്ഡേറ്റഡ് അല്ല എന്നുള്ളതാണ്. ഓട്ടോ ചാർജ് ഒക്കെ കൂടിയിട്ട് എത്രയായി? അപ്പൊ ഇവിടെ നിന്ന് ഞാൻ അങ്ങനെ ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നിലമ്പൂർ റോഡാ കയറിയത്. നേരെ പോയത് എന്റെ സ്റ്റാൻഡ്. ഞാൻ നേരെ പോയിട്ട് വർക്ക്ഷോപ്പിൽ പോട്ടെ. എനിക്ക് ന്യൂട്രൽ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, മഴ ചെറുതായിട്ട് ചാറുണ്ട്. അതുപോലെ തന്നെ കേബിളുകളൊക്കെ ഞാൻ അന്ന് ചെക്ക് ചെയ്യണം കയറിയത്. അതിന് മുമ്പ് ഞാൻ വർക്ക്ഷോപ്പിൽ പോയെന്ന് അന്ന് ചെക്ക് ചെയ്തിട്ടില്ല, അപ്പൊ ചെക്ക് ചെയ്യണമായിട്ടില്ല. ആ സ്റ്റാൻഡിലും വണ്ടികൾ ഫുള്ളാട്ടോ. ഈ സ്റ്റാൻഡിലൊക്കെ വണ്ടി ഫുള്ളാണേ. ഇന്ന് ഓട്ടല്ല, അത് അറിയാം, അത് രാവിലെ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. സ്റ്റാൻഡുകളുടെ അവസ്ഥയും മൊത്തത്തിൽ ആളുകളുടെ അവസ്ഥയൊക്കെ നോക്കുമ്പോൾ ഈ നമുക്കിപ്പോ ഈ ട്രിപ്പ് കിട്ടി കഴിഞ്ഞത് 10:30 ഇതിലൊക്കെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങോട്ടാ ഫെഡറൽ ബാങ്കിന്റെ സൈഡ് പിടിച്ച് ആകെ ചെളിയാണുള്ളത്. ചെളി തിരക്കാണല്ലോ. ഈ തിരക്കുള്ള നേരത്തെ ഓരോരുത്തേക്ക് ചെറിയ പണിക്കൊക്കെ ചെല്ലുമ്പോഴേക്കൊരു എന്നോട് ഈറട്ടിയിടൊന്നും കാര്യമില്ല, എനിക്കത് എടുത്തല്ല നിർബന്ധം. നമ്മക്ക്
ഫേവറാറ്റിയാണ്ടല്ലോ. അതെയാ ഇതും കഴിച്ചാൽ അതിന്റെ ഉള്ളില് ഗിയർ ഗ്യാബ് വെക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിന് ഇവിടുത്തെ ഞെട്ട് കഴിക്കണം. അതിന് ഇത് തടസ്സമാണ്. ആ കത്തിയിൽ വെച്ചല്ല നോക്കണം. ഞാന് ചാവിട്ടെ നോട്ടിലേറ്റ് കത്തിയിൽ വെക്കണ്ട്. ആ കത്തി കത്തി കത്തി. അയ്യോ കത്തി കത്തി. അപ്പൊ ഇത് കഴിക്കണമെങ്കിൽ ആദ്യം ഇത് കഴിച്ചിട്ട് അപ്പൊ വീട്ടിൽ നിന്ന് നടക്കുള്ളൂ. വീട്ടിൽ നമുക്ക് നോക്കാം. അതെ വർക്ക്ഷോപ്പിത്തെ പണിയായിരുന്നല്ലേ. ഞാനെങ്കിൽ ഇത് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി. അഡ്ജസ്റ്റ്മെന്റ് അല്ല, അവിടുത്തെ വയറൊന്ന് കണക്ഷൻ വേറിട്ടാണ്. അപ്പൊ ഇലക്ട്രീഷ്യൻ ചെളിക്കൂടെ എന്താ കോറി വേസ്റ്റ് കൊണ്ടൊന്നും തട്ടിയിട്ടുണ്ട്. അത് നിരത്തി കഴിഞ്ഞാൽ ചെളിക്കൊരു പരിഹാരം ഉണ്ടാവും. പക്ഷെ എങ്കിൽ പിന്നെ ഇതിൽ പോകാനാണ് ടാസ്ക് കാരം. എന്താണല്ലേ സുഖല്ലേ? ചായക്കായി തരാ. എന്താ ചെയ്യ. അപ്പൊ 30 റുപ്യക്ക് ഓടി 30 റുപ്യ അവിടെ കൊടുത്തു കേട്ടോ. ഓരോ മിനിമം ചാർജ് 30 കൊണ്ട്. ഒരു വയറ് കണക്ഷൻ വേറിട്ടു, അത് കൂട്ടിപ്പിരിച്ചു. അതിന് അറിയണം എവിടെയാണ് വേറിട്ടത്, എങ്ങനെയാണ് കൂട്ടിപ്പിരിച്ചേണ്ടതെന്നൊക്കെ. അതറിയുന്ന ആൾക്ക് 2 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന കേസുള്ളൂ. ആ 2 മിനിറ്റ് നമ്മൾ 30 രൂപ കൊടുത്തു. ഇനി നമ്മളെ അടുത്ത കൈനീട്ടത്തിന് വേണ്ടി പോകുന്നു. നേരെ വാണിയമ്പലത്താണ്. എന്റെ ഫ്രണ്ടില് ബസ് പോകുന്നുണ്ട്, കണ്ടില്ലേ? അപ്പൊ എന്താ പറയാ, നല്ല രസമുള്ള സംഭവം. ഇപ്പൊ ഞാന് വണ്ടൂര് സ്റ്റാൻഡിൽ എന്റെ ഫസ്റ്റ് ഗ്യാപ്പിൽ ഇരിക്കുവായിരുന്നു ഫ്രണ്ടില്. അപ്പൊ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു ലേഡി വന്നിട്ട് എന്റെ വണ്ടി വിളിക്കുന്നു, കയറുന്നു. എന്നോട് പറഞ്ഞു വാണിയമ്പലം പറഞ്ഞു. വാണിയമ്പലം പറഞ്ഞിട്ട് ഞാൻ തന്നെ സാധാരണ വാണിയമ്പലത്തേക്ക് പോരുന്ന മാതിരി അങ്ങനെ പോന്നു. മുന്നിലൊരു ബസ് ഉണ്ട്. ഈ ബസ്സിനെ പിടിക്കാനാണ് എന്നുള്ളതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ട് ഞാൻ സാധാരണ പോരുന്ന മാതിരി പോന്നു. ബസ്സിനെ വാണിയമ്പലത്തിട്ട് പിടിച്ചു. ബസ്സിനെ കിട്ടി. 60 രൂപ തന്നിട്ട് ഞാൻ ഇനി ബസ്സിൽ പോവാനാണെന്ന് പറഞ്ഞു. എന്താ അപ്പൊ അവരുടെ ഒരു ദീർഘവീക്ഷണം, അവരുടെ ഒരു ദീർഘവീക്ഷണം തന്നെയല്ലേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ദീർഘവീക്ഷണം എന്ന് പറയുമ്പോ വണ്ടൂരിന്ന് വിട്ടു കഴിഞ്ഞാല് ആ ബസ് പോയിട്ടുണ്ട്, അതിനെ ഇനി കിട്ടുകയാണെങ്കിൽ വാണിയമ്പലത്തിൽ നിന്ന് കിട്ടുവാണെങ്കിൽ 60 രൂപ കൊടുത്ത് ഓട്ടോക്ക് 60 രൂപ കൊടുത്താൽ മതി. നമുക്ക് 60 കിട്ടി, അവർക്ക് ബസ്സും കിട്ടി. അവിടെ ബാഗും തോളിലിട്ട് പോകുന്നൊരു ഏട്ടനെ കണ്ടങ്ങള്. അദ്ദേഹം ട്രൗസറൊക്കെ കച്ചവടം ചെയ്ത് വന്നതാണ്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ 2 വാങ്ങി. ഒന്നത് എന്താ പറയാ, 100 റുപ്യക്ക് ഓടിയിട്ടില്ല. ഒന്നിന് 100 റുപ്യ ഉണ്ടാ, 100 റുപ്യ ഉള്ളൂ. സ്റ്റിച്ചൊക്കെ എത്ര കാലം നിൽക്കുന്നൊന്നൊരു ഐഡിയ അല്ല. പിന്നെ ഇവരൊക്കെ ഇങ്ങനെ തന്നെ അല്ലേ വരുന്നൊക്കെ നമ്മൾ വാങ്ങ. ഇത് നമ്മളെ മരുന്നല്ലേ അല്ലേ. 100 റുപ്യല്ലേ ഉള്ളൂ. 120 റുപ്യാണ് മൂപ്പര് 100 റുപ്യൊക്കെ തരികയാണ്. എന്താ പറയാ, നോക്കണ്ട. മഴക്കാലൊക്കെ അല്ലേ, ഉണങ്ങി കിട്ടൂലല്ലോ. പിന്നെ മഴക്കാലാണ്, മഴയൊന്നുമില്ല, അത് വേറെ വിഷയം. അതായത് 2 വാങ്ങിയാണ്. ഓടിയില്ലെന്നൊക്കെ ഉള്ളത് നാളെ. ഇതൊക്കെ ഇന്നലെ ഓടിയെന്നാട്ടോ, ഇന്ന് ഓടിയെന്നല്ല. നമ്മൾ സീറ്റ് പൊക്കുന്നു. ഇതിനെ നമ്മുടെ അറണ്ട് ഇവിടെ, അറയിലേക്ക് വെക്കുന്നു. ഓക്കെ, എത്ര നേരമായി? ഇപ്പൊ സമയം 12:20. 12:20 100 130 130 140 150 160 റുപ്യ ഓടി. ഏറെ കാത്തിരിപ്പിന് ശേഷം 12:55 അല്ല 50-ന് കിട്ടിയിട്ടുള്ള ഒരു ലോക്കലാണ്. 50 രൂപയുടെ ഒരു ട്രിപ്പ് 2.5 കിലോമീറ്റർ ദൂരത്തേക്ക് ഇട്ടാ. ഭയങ്കര മോശമാണോ ഓട്ടം, വളരെ മോശമാണ്. പറഞ്ഞാൽ വളരെ മോശമാണ്. ടൗണിൽ ബ്ലോക്കും തുടങ്ങിയിട്ടുണ്ട്. എന്താപ്പ ചെയ്യാം. ഇന്നലെ ഏതാണ് ഒരു ദിവസം ഓടിയാൽ തന്നെ ഉറപ്പാ പിറ്റേ ദിവസം പറ്റ കങ്ങുന്നുള്ളത്. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചകൾ പൊതുവെ ഓട്ടം കമ്മിയാവാറുണ്ട്. അത് എന്തുകൊണ്ടറിയില്ല. ചൊവ്വാഴ്ചകൾ ഞങ്ങൾക്ക് പൊതുവെ ഓട്ടം കമ്മിയാവാറുണ്ട്. ഇനിയിപ്പോ നാളെ ഉണ്ടാവും. നാളെ ഉണ്ടായാൽ മറ്റൊന്നും ഉണ്ടാവില്ല. 1:56 സമയം. ഞാൻ നേരത്തെ അങ്ങനെ ലൈനിൽ കയറിയിട്ടേ ഒരു 2 മണിയാകുമ്പോഴേക്ക് പോവാന്ന് കരുതിയതാണ്. അപ്പോഴാണ് നമ്മൾക്കൊരു ട്രിപ്പ് കിട്ടിയത്. ഒരു 140 രൂപയുടെ ട്രിപ്പാണ്. ഒരു 6.5 കിലോമീറ്റർ ദൂരത്തേക്കായിരുന്നു നമുക്ക് കിട്ടിയത്. 6.5 കിലോമീറ്റർ അല്ല, 6.300. 6.300 140 കേട്ടോ മേടിക്കാം.
138 രൂപ, 140 രൂപ തന്നെ വരും. അപ്പൊ അങ്ങനെ അപ്പൊ അത് കിട്ടി. ഇന്ന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ട്രിപ്പ് ഇതാണ്. ഇതും കൂടി ഇല്ലെങ്കിൽ ഇന്ന് ഉച്ച വരെ പരമ ശോകാവസ്ഥയിലായിരിക്കും കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുക. ഇവിടെ മഴ പെയ്യുന്നുണ്ട്. മഴ മറ്റേ എന്താ പറയാ, ഒരു പൊടിമഴയാണ്. ഞങ്ങൾ ഇതിനെവിടെ ഊട്ടിമഴ എന്ന് പറയും. പൊടിമഴയായിട്ട് ഇങ്ങനെ പെയ്യുവാണ്. ഗ്ലാസും നിറയാനും വണ്ടിമെന്ന് വെള്ളം ചാടാനും ആളുകൾ നനയാനൊക്കെ ഇത് മതി. പക്ഷെ റോട്ടിലൂടെ വരി ഒലിച്ച് പോകാനുള്ള വെള്ളമൊന്നും ഇതിൽ വരാറുമില്ല. അങ്ങനെയുള്ള ഒരു മഴയാണ്. അത് കുറെ നേരമായി തുടങ്ങിയിട്ടാ. ഇപ്പൊ ചെറുതായിട്ട് നോക്കി കൂടിയിരിക്കണ്ട. പൊടിമഴ എന്ന് പറഞ്ഞപ്പോ ഞാൻ പൊടി അല്ലടാ അറിഞ്ഞില്ലേ. ഇതില് ബസ് ഉണ്ട് കേട്ടാ, ബസ് കയറാണ്ടാ. ഇതൊരു ബസ് റൂട്ടാണ്. കാപ്പിൽ കാഞ്ഞിരമ്പാടം എന്നൊക്കെ പറയുന്ന സ്ഥലമാണത്. ഇത് ഇപ്പൊ ഞാൻ എത്തിയിട്ടുള്ള ഈ സ്ഥലം കാപ്പിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. കാപ്പിൽ ഞാൻ എന്നാളും പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. എന്താ പറയാ, രാഷ്ട്രീയ തർക്കങ്ങളുടെ ഭാഗമായിട്ട് ബാർബർ ഷോപ്പിൽ കയറിയിട്ട് തലക്ക് കുത്തി, അതുപോലെ തന്നെ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടായ ഒരു സ്ഥലമാണ് കാപ്പിൽ എന്ന് പറയുന്നത്. നല്ല റോഡാണ്. ഈ റോഡിന്റെ സൈഡ് കണ്ടങ്ങൾ, ഇതിപ്പോ ഞാൻ അപ്പുറത്തെ ട്രാക്കിലൂടെ പോകണേ. ഈ സൈഡ് ഫുള്ളായിട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതിയാ തോന്നുന്നു. മാന്തി കളച്ചിട്ട് അത് നാസാക്കി റോഡ് പോയി. എന്താ ചെയ്യാ, എല്ലാ നാട്ടിലും ഉള്ള തന്നെയാണ്. ജസ്റ്റ് കണ്ടപ്പോ കാണിച്ചു തന്നെ ഉള്ളൂ. ഞാൻ ഇങ്ങനെ നേരെ വീട് ഇട്ടാ, നേരെ വീട് ഭക്ഷണം കഴിക്കാം. നല്ല അടിപൊളി റെപ്രസർ ആകെ നാസാക്കിയടാ. ഇതാണ് കാപ്പിൽ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ചെറിയൊരു ജംഗ്ഷനാണ്. ഇവിടെ ഒന്നുമില്ല കാര്യമായിട്ട്. ഇവിടെ ഉള്ളത് പ്രധാനമായിട്ട് ഒരു സ്കൂളാണ്. കാപ്പിൽ ഇവിടെ നല്ലൊരു അടിപൊളി ഗ്രൗണ്ടും ഉണ്ട്. നല്ല അടിപൊളി ഗ്രൗണ്ടാണ്. ഇവിടെ കാപ്പിൽ ശ്രീ കരിങ്കാളിക്കാവുണ്ട്. ഈ ഗ്രൗണ്ടിന്റെ അപ്പുറത്ത് തന്നെ ഉള്ള അടിപൊളി ഒരു ഉത്സവം നടക്കാറുണ്ട് ഇവിടെ. ഇത് കഴിഞ്ഞു പോയി. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ നടക്കാറുണ്ട് എനിക്കറിയാം. ഞാൻ വരാറില്ല. നമ്മളപ്പവും ഓട്ടത്തില്. കാരണം നമ്മൾക്ക് ഈ വണ്ടിന്റെ ഫൈനാൻസ് കാര്യങ്ങൾ അത് ഇതൊക്കെ ആയിട്ട് ഒരു ദിവസം പോയത് തന്നെ എന്നുള്ളത് കൊണ്ട് വല്ലാതെ അതിനൊന്നും നിൽക്കില്ല. പിന്നെ ഞാൻ എൻ്റെ യാത്ര പോകുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലാത്ത ടൈമിലൊന്നും ഞാൻ വണ്ടി എടുത്ത് ഓടാത്തൊരു ദിവസം ഞാൻ ഉണ്ടാവില്ല. എല്ലാ ദിവസവും ഞാൻ ഓടും. എല്ലാ ദിവസവും ഓടണം. എന്നാലും എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ യാത്രകൾ പോകാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകുള്ളൂ. ഈ ഗുഡ്സില് കാളവണ്ടിന്റെ ടയർ പോലത്തെ സാധനം കാണുന്നുണ്ട്. കാളവണ്ടിന്റെ ടയറാണ്. അതൊന്ന് എന്താ പറയാ, മില്ലിങ് മെഷീന്റെ നമ്മുടെ മില്ലുകൾ ഉണ്ടല്ലോ, മില്ലുകളിലുള്ള മെഷീന്റെ ചക്രമാണോന്ന് അറിയില്ല. എന്തായാലും ഇറങ്ങേ, ഇങ്ങോട്ട് ഇറങ്ങാ. ഇതൊക്കെ ഇതിലേക്ക് ഇറങ്ങണേ. ബസ് ഇങ്ങോട്ട് ഇറങ്ങണ്ടെന്ന് ഓൻ പറയണം. അതിനും വലുത്. ഓ മൈ ഗോഡ്. അൽ അമീൻ, അൽ അമീനാണ് അങ്ങോട്ട് ഇറങ്ങുന്നത്. അങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല. പോയി അത് നോക്കണ്ട. അവര് നമ്മളെ മില്ലുകളിലുള്ള ഈ ചക്കിന്റെ വീലുകളാവാം. അതാണ് കണ്ടിട്ട് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഭക്ഷണമാണ് മുരിങ്ങ, പിന്നെ ആംബ്ലേറ്റ്, ബീട്രൂട്ട് ഉപ്പേരി. അത് പോരാത്തോണ്ട് ഇതെന്താ, കോവയ്ക്കുപ്പേരി, പപ്പടം. ഓക്കെ, കുറച്ചുള്ളൂ. അപ്പോൾ ഇതും കൂട്ടി കഴിക്കുക, തെറിക്കുക. 2:15, 2:30 ആകുമ്പോഴേക്ക് പോവാം. എന്താ ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ല. അവിടെ പോയിരുന്നിട്ടും കാര്യമില്ല, ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ല, എവിടെ ഇരുന്നിട്ടും കാര്യമില്ല. പിന്നെ അവിടെ പോയിരുന്നാലും എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. ഉച്ചവരെ 360 രൂപ കേട്ടോ. രണ്ടാമത്തെ റൗണ്ട്, 2ാം റൗണ്ട് കളിയാണ്. ഹാഫ് ടൈം ആയി. സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിൽ എന്തായാലും നമ്മൾക്കൊരു 600 പിടിക്കാൻ കഴിയുമോ? 600 പിടിച്ചാൽ ഇന്നത്തെ റേഞ്ചിക്ക് കാര്യങ്ങളൊക്കെ. സമയം 4 മണി. സ്കൂളുകളൊക്കെ വിട്ടു. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ആര്യൻ്റെ സ്കൂളടക്കം തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള്. എല്ലാ സ്കൂളുകളും വിട്ടു. ഞാൻ പറഞ്ഞതുപോലെ നാട്ടിലേക്കായിരുന്നു ട്രിപ്പ്. 2 ലോക്കലെടുത്ത്, 2 നാട്ടിലേക്ക് തന്നെ. 3 മണി 2:50 നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അത് 2 ലോക്കൽ. ഉച്ചയ്ക്ക് ശേഷം അതിൽ ഇന്ന് പൊതുവെ ഇന്ന് വളരെ ഡള്ളാണ് പരിപാടി. ചെങ്ങന്മാർ ഒരു 50 രൂപയുടെ ട്രിപ്പ് കഴിഞ്ഞിങ്ങനെ പോരുകയാണ്. അപ്പോ ഒരു രസകരമായ സംഭവം. അതായത് സാധാരണ ആളുകൾ, വണ്ടി ഓടിക്കുന്ന ആളുകൾ, ഓട്ടോക്കാരെ പഴി പറയുന്ന ഒരു കാര്യമാണ് പെട്ടെന്നുള്ള തിരിക്കലും മറിക്കലും, അല്ലേ? അപ്പൊ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ പിന്നെ അത് നിങ്ങളോടൊക്കെ ഒന്ന് പറയാന്ന് കരുതി. അതായത് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടാ പോയത്. അങ്ങോട്ട് പോകുമ്പോ എൻ്റെ കസ്റ്റമർക്ക് തിരിയേണ്ടത് ലെഫ്റ്റ് സൈഡിൽ തന്നെ, അതായത് നമ്മൾ നിൽക്കുന്ന സൈഡിൽ തന്നെ. ഇപ്പൊ ഞാൻ ആ സൈഡിൽ പോകണം. അപ്പൊ അവിടെ ആ സൈഡിൽ പോകുമ്പോ ആ സൈഡാണ് ലെഫ്റ്റ് സൈഡ്. അപ്പൊ
അപ്പൊ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് ഒഴുകി തിരിയേണ്ടത്. പക്ഷെങ്കിൽ ഓര് എന്നോട് പറഞ്ഞു വലത്ത് കിട്ടോ ആ റോട്ടിന് കിട്ടോ. 4 കൂടെ ഒരു ജംഗ്ഷനാണ് അത്, 4 കൂടെ ചെറിയൊരു 4 കൂടെ ജംഗ്ഷനാണ്. അപ്പൊ അവിടുന്ന് ഒരു പറഞ്ഞു വലത്ത് കിട്ടോ. അപ്പൊ ഞാൻ വലത്തേക്ക് തിരിഞ്ഞു, സ്വാഭാവികമായിട്ടും വലത്തേക്ക് തിരിഞ്ഞു. അപ്പൊ തിരിഞ്ഞ് പകുതി ആയപ്പോഴേക്കും അവര് അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഈ ഇങ്ങോട്ട് അറിയുമ്പോ അതും ഇനി ഒന്ന് പറയാണ്ട് എന്തൊക്കെയായാലും ഞാൻ ഇങ്ങോട്ട് കയറപ്പോ പെട്ടെന്ന് തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്ത് വണ്ടി. പക്ഷെങ്കിൽ അതൊരു ഉള്ളേരിയ പോക്കറ്റ് റോഡിന്റെ അകത്തായതുകൊണ്ട് മറ്റു വണ്ടികളൊന്നും ബാക്കില്ലാത്തതുകൊണ്ട് വലിയ വിഷയമല്ല. അതുകൊണ്ട് നമുക്ക് തന്നെ സഡൻലി ചെയ്യാൻ വേണ്ടി പറ്റും. മെയിൻ റോഡിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. കാരണം നമ്മള് വലത്തേക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചേക്കും. നമ്മൾ തിരിയാൻ പാകത്തിനായപ്പോ നമ്മൾ തിരിയുകയും ചെയ്യും. അതാണ് നമ്മൾ ചെയ്യാം. അതിപ്പോ മെയിൻ റോഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നമ്മൾ ഇൻഡിക്കേറ്റർ ഒന്നും ഇടേണ്ട സ്ഥലം അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടതുമില്ല. ബാക്കിൽ വണ്ടി ഇല്ല, ഒക്കെ ഉറപ്പാണ്. കാരണം അത് അങ്ങനത്തെ ഏരിയ ആയിരുന്നു. ഏതായാലും ഇങ്ങോട്ട് തിരിഞ്ഞു, ഓക്കെ, അത് തീർന്നു. അപ്പൊ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത് വണ്ടിയിലുള്ള യാത്രക്കാര് നമ്മൾക്ക് തരുന്ന നിർദ്ദേശം കൊണ്ടും കൂടി ഒരു കാരണമുണ്ട്. പിന്നെ ഒരു കാരണമുള്ളത് ഡ്രൈവർമാര് വിട്ടുപോകുന്ന സംഭവമുണ്ട്. ഇപ്പൊ എവിടേക്കേലൊക്കെ ഇങ്ങനെ പോവാൻ ലക്ഷ്യം വെച്ച് ഇങ്ങനെ പോവാതിരിക്കാരും വേറെ എന്തെങ്കിലും ഓർത്ത് അങ്ങനെ പോകും. അതിലേക്കാരെ പെട്ടെന്ന് ആ റോഡ് വരിക, ഒറ്റ തിരിച്ച അങ്ങനത്തെ സംഭവങ്ങളും ഉണ്ടാകലുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയണില്ല. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇങ്ങനത്തെ സംഭവമാണ്. പിന്നെ അധികം ആളുകൾക്ക് ഇപ്പോഴും അറിയാത്തൊരു സംഭവമുണ്ട്, ഇടവും വലവും അറിയില്ല. എന്നിട്ട് ഇവര് പറയും ഒരു ജംഗ്ഷനിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാല് അങ്ങോട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ ഈ ബാക്കിൽ ഇരുന്നാണ്ട് ഇങ്ങോട്ട് അറിയുമ്പോ ചിലപ്പോൾ ഇവിടുന്ന് ബാക്കിൽ നിന്ന് ചൂണ്ടിക്കാട്ടണൊക്കെ ഉണ്ടാവും, ലൈനിലെത്തിയണ്ട ചൂണ്ടിക്കാട്ടണൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് ചൂണ്ടിക്കാട്ടിയാലും ഇവിടെ ഈ വണ്ടിയിൽ ആളല്ല, ഞാൻ ഓഫാക്കുകയും ചെയ്തു. ചൂണ്ടിക്കാട്ടിയിട്ടും കാര്യമില്ല, നമുക്ക് മനസ്സിലാവില്ല. ഈ ഇങ്ങോട്ടിന്റെ പ്രശ്നം എന്താ പറയുക നിങ്ങൾക്ക്? നമ്മൾ ചിന്തിച്ചു നോക്കി. നമുക്ക് ഇങ്ങോട്ട് പറയാം, ഇങ്ങോട്ട് പറയാം, അങ്ങോട്ട് ഇത് വെക്കാ. അതാണ് ഇതിന്റെ പ്രശ്നം. അപ്പോ ഇടവും വലമൊക്കെ ഒന്ന് കൃത്യമായിട്ട് ആളുകൾ മനസ്സിലാക്കുക. നമുക്ക് ശരീരത്തുമ്പോ തന്നെ ഉണ്ടല്ലോ ഇടത്തും വലത്തും ഉണ്ടല്ലോ, ഇടത്തേക്കൈ വലത്തേക്കൈ ചിന്തിച്ചാൽ മതി. എന്നാ പെട്ടെന്നുണ്ട്. എന്താ ചെയ്യാ? എന്തൊക്കെയായാലും പഴി ഞങ്ങൾക്ക് തന്നെ, കാരണം ഞങ്ങളാണല്ലോ ഡ്രൈവ് ചെയ്യുന്നത്. അതേപോലെ യാത്രക്കാരിങ്ങനെ പോണ പോക്കിലൊരു ഗുഡ്സിൽ കാണാം ഓറഞ്ച് ആപ്പിളൊക്കെ വെക്കണ്, അല്ലെ എന്തെങ്കിലുമൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ കാണുമ്പോൾ ഒന്നുകൂടെ നിർത്തോ. അപ്പൊ അത് ചവിട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നിർത്തും. അപ്പൊ അതും തന്നെ ബാക്കിൽ നിന്ന് അപ്പത്തിന് ഹോർണട്ടി ആയിട്ട് ചീത്തായിട്ട് ബൈക്കിന് പോണ ആൾക്കാർ എന്താടാ ചങ്ങായി. എല്ലാം പോയി ഞങ്ങൾക്ക് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ലൈനിലല്ല ഓട്ടേന്ന് തോന്നുന്നു. ആകെ 2 വണ്ടി മുന്നിലുള്ളൂ, പിന്നെ ബാക്കിൽ ഞാൻ തന്നെ ഉള്ളു. എന്റെ ബാക്കിൽ വേറെ വണ്ടി ഇല്ല. ആ ഭാഗത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആരെയിലൊക്കെ വന്ന് വിളിച്ച് കൊണ്ടുപോവാണെങ്കിൽ നമുക്കും പോവാം. ജയമര സമയം 7:30. ഫസ്റ്റ് ഗ്യാപ്പിലാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഉച്ചയ്ക്ക് ശേഷം വലിയ ഓളൊന്നുമില്ലേ, ലൈനിൽ തന്നെ ആയിരുന്നു കൂടുതൽ നേരം. അപ്പോ ഒരു ലോക്കലോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാല് എസ്കേപ്പ് ആകാനുള്ള മൈൻഡാണ്. നാട്ടിലേക്കാണ് ട്രിപ്പെങ്കിൽ ഞാൻ തിരിച്ചു വരില്ല. അല്ലാതെ വേറെ എടുക്കലാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി നന്നാക്കാം. ഇനി ഇവിടുന്ന് പോവുക എപ്പോഴും അറിയില്ല. പിന്നെ 7:33 സമയം 8:10. ഇന്ന് രാവിലെ തന്നെ വിലപേശലായതുകൊണ്ട് ഞാൻ ഇപ്പൊ വണ്ടിരങ്ങാടിയിലുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കണത്. അതായത് ഞാനിപ്പോ ഒരു 5-5.5 കിലോമീറ്റർ, 5.5 കിലോമീറ്റർ അല്ല 6 കിലോമീറ്റർ തന്നെ പറയാം, ഒരു 6 കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു ട്രിപ്പ് പോയതാണ്. അവർക്ക് റിട്ടേൺ ഇങ്ങോട്ട് തന്നെ പോരും വേണം. അപ്പൊ എത്ര ചോദിച്ചവര്? ഞാൻ പറഞ്ഞു 170 രൂപ വരും പറഞ്ഞു. അപ്പ് ആൻഡ് ഡൗൺ ചാർജാണ്, പോയി വരുന്നതിനുള്ള ചാർജ്. അപ്പൊ അവര് പറയാ 170. ഞങ്ങൾ ഇത്രയൊന്നും കൊടുക്കലല്ലോ, ഞങ്ങൾ കൊടുക്കല് 120. ഞാൻ പറഞ്ഞ അങ്ങനെ പോയി പോരുമ്പോ ഇങ്ങനത്തെ ചാർജാണ് ആറ്. പോയി പോരാന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ വണ്ടി ഏതായാലും ഇങ്ങോട്ട് തന്നെ വരില്ല. അങ്ങനെ ഒരു മുടന്തിനായ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് തന്നെ വരിക തന്നെയാണ് ഞങ്ങൾ. പക്ഷെ പോരുന്ന വഴിക്ക് എനിക്ക് വേറെ ട്രിപ്പ് ഉണ്ടെങ്കിലോ, എനിക്ക് പോരുന്ന വഴിക്ക് കാലിൽ കൈകാട്ടി എനിക്ക് ട്രിപ്പ് തരികയാണെങ്കിൽ എനിക്ക് ആ ട്രിപ്പ് എടുക്കാം, നിങ്ങളില്ലെങ്കിൽ. അങ്ങനെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ എന്നാലും അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. അവര് പറയാ ഞങ്ങളിത് ഇങ്ങനെ ഒരുപാട് ഞങ്ങളെ നാട്ടിലത്തെ വണ്ടികളൊക്കെ വിളിച്ചു പോക്കുണ്ട്. അതായത് ഓരോ നാട്ടിലത്തെ വണ്ടികൾ ഇതേപോലെ വിളിച്ചു പോക്കുണ്ട്. ഓരോന്നും ഞങ്ങളേക്കൊന്നും ഇതുപോലെ വാങ്ങൽ തന്നെ അല്ല. ഞാൻ പറഞ്ഞ അറിയുന്ന ആൾക്കാരാകുമ്പോൾ വാങ്ങൂല. അറിയുന്ന ആൾക്കാരെ ഇപ്പൊ നിങ്ങളോടന്ന് ഈ അപ്പ് ആൻഡ് ഡൗൺ ചാർജ് ഒന്നും വാങ്ങൂല, 1 സൈഡ് ചാർജ് വാങ്ങുന്നുണ്ടാവുള്ളൂ എന്ന് കേട്ട് ഞങ്ങൾ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ, ആക്കണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് ഇവര്. ഈ നാട്ടിലത്തെയും അയലോക്കത്തെയും ഡ്രൈവർമാര് സ്റ്റാൻഡാട്ടെ, എന്റെ സ്റ്റാൻഡാണ് റച്ചേരി കാണാം, ഫുള്ള് വണ്ടികളാണ്. ഡ്രൈവർമാര് ഇതേമാതിരി കുറച്ച് കൊടുക്കും. നമ്മൾ കുറച്ച് കൊടുക്കുമ്പോ നമ്മുടെ സുഹൃത്താവാം, ചിലപ്പോ നമ്മളെ കുടുംബമാവാം, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീടാവാം, എന്തോ ആവാം. അപ്പൊ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ ആർക്കെങ്കിലും 1 ഉറുപ്പ്യ കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ
അത് അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കും. ഇത് ഇങ്ങനെയാണ്, എല്ലാവരോടും നിങ്ങളിത് ചോദിക്കരുത്. ഇങ്ങനെ ഓട്ടോ ചാർജ് 150 ഉണ്ട്, ഞാൻ നിങ്ങളടുത്ത് 100 മേടിക്കുന്നുള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കും. ഒരു ഉദാഹരണം പറഞ്ഞു തന്നെ ഉള്ളു. ഞാൻ നേരെ നാട് പിടിക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കാനൊന്നും വേണ്ടിയിട്ട് വാട്സപ്പ് വന്നിട്ടില്ല. ഏതായാലും പാലത്തിങ്ങ കുറച്ചേരം ഇരിക്കാം, അല്ല വീട്ടിൽ എത്തൊന്നുമില്ല ഇപ്പൊ തന്നെ. മുട്ടുവീൻ തുറക്കപ്പെടും. അമീൻ നോക്കിയാലോ, അമീൻ്റെ കട. നമ്മുടെ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഈ കാണുന്ന താടി നൈസായിട്ട് ഒഴിവാക്കാം. സാധാരണ എൻ്റെ താടി ഞാൻ തന്നെ പഠിക്കരുന്നാലും ഇന്ന് അമ്മീനെ കൊണ്ട് പഠിക്കും. എൻ്റെ കണ്ണാടിക്ക് എന്താ പ്രത്യേകതകളാണെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു തീർക്കണ്ടല്ലോ. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു പഴയ ഒരു കോലം മാറ്റിയിട്ട് ഈ ഒരു കോലത്തിലേക്ക് ഞാൻ നീങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കല്ല അത് കൊള്ളാം. ഇതിനേക്കാൾ ലുക്ക് നമുക്ക് വരികഴിഞ്ഞ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ്. പക്ഷേങ്കിൽ ഈ മുഖത്തിന് ലുക്ക് കിട്ടൂല കേട്ടോ. അത് ഈ ബാർബർ ഷോപ്പിൽ മാത്രമേ കിട്ടും. ഇബലെ കണ്ണാടി, ഇബലെ ലൈറ്റ് ഒക്കെ വേണം. ഇബലെ വെള്ളം പച്ചവൻ തന്നെ ഇക്കാരം, പക്ഷെ എന്നാലും ബെൽറ്റ് വേണമൊക്കെ. അപ്പോൾ അങ്ങനെ അമ്മീൻ്റെ കൂലിയും കൊടുത്ത് ഞാൻ പോകാൻ നോക്കട്ടെ. പരിപാടിയൊക്കെ കഴിഞ്ഞു. ചുറുക്കനെ കേട്ടോ സംഭവം. എന്തല്ലേ അങ്ങനെ പറഞ്ഞ പോലെ ഞാൻ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോട്ടപ്പത്തിന് സമയം എന്ന് പറഞ്ഞാൽ 9:30. പഠിക്കണോ? വോയിസ് ഇടാം, വോയിസ് ഇട്ടോളി. ഞാൻ 820 രൂപ കൂടിയിരിക്കണം. ഇന്നത്തെ പരിപാടി അവസാനിച്ചു. അതെങ്ങനെ ഞെരിങ്ങേണ്ടാണ് വീട്ടിലെത്തി. ആര്യൻ്റെ പഠിപ്പ് കഴിഞ്ഞാൽ എൻ്റെ കുളി കഴിഞ്ഞാൽ ചോറുന്നൊന്ന് കിടക്കുന്നു അല്ലേ? ചോറുന്നോ? ചോറിൽ വാങ്ങിക്കണം. ഇപ്പം എടുക്കണ്ടല്ലോ. നല്ല കുട്ടിയാണ് ഓള്, നല്ല ഉസാറായിട്ട് പഠിക്കട്ടെ. നല്ല കുട്ടിയാണ് ഓള്, മടിയില്ലാത്ത കുട്ടിയാണ് അല്ലേ? ലീഫോ അല്ല, എന്നവനെ പറഞ്ഞ പോലെ. ഓക്കെ ബൈ.